ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. ഡിസംബർ 5 റിലീസ് ചെയ്യാനൊരുങ്ങുന്ന രൺവീർ സിംഗ് പ്രധാന വേഷത്തിലെത്തി ആദിത്യദാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ദുരന്തർ. ആ സിനിമയുടെ പുതിയൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ക് ജാലകർ കർവാൻ എന്നാണ് സോങ് ടൈറ്റിൽ. സോ അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ആദിത്യദാർ 2019 വിക്കി കൗശലിനെ നായകനാക്കി എടുത്ത സിനിമയാണ് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്. പുള്ളിയുടെ ഡെബ്യൂട്ടൻ ഡയറക്ടർ ഫിലിമുമായിരുന്നു അത്. ആ സിനിമ സൂപ്പർ വിജയമായിരുന്നു, നല്ലൊരു സിനിമയുമാണ്. കണ്ടിട്ടില്ലായിട്ടുണ്ടെങ്കിൽ കണ്ടേക്ക്, നല്ലൊരു പടമാണ്. ആൻഡ് ആ സിനിമയും ട്രൂ ബേസ്ഡ് ആണ്, ഇതും ട്രൂ ബേസ്ഡ് ആണ് ദുരന്തർ. സോ ആ ഒരു ക്വാളിറ്റി ഇവിടെ നിലനിർത്തുന്നു എന്നുള്ളതാണ് ട്രെയിലറിലും കണ്ടത്. സോ അതിന്റെ ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇഷ്ക് ജാലകർ കർവാൻ. വരൂ ഗൈസ്. രൺവീർ സിംഗ്, ജിയോ സ്റ്റുഡിയോസ് പ്രസൻസ്. എന്നതാണ് ലുക്ക്? അക്ഷയ് കന്യ, മാധവൻ, അർജുൻ രാംപാൽ, സഞ്ജയ് ദത്ത്. നിങ്ങള് ദുരന്തറിന്റെ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു. കിട്ടില്ല ട്രെയിലറാണ്. അതായത് ഒരു 3.5-4 മിനിറ്റോളം ഉണ്ട് ട്രെയിലർ. ആ ട്രെയിലറിൽ എന്താ പറയുക, 5 പേർക്കും ഒരു 5 ഇൻട്രൊഡക്ഷൻ പോലെ 5 പേർക്കും ഒരു ഡൊമിനേഷൻ കൊടുത്ത് ആ ട്രെയിലർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ പുള്ളിക്ക് ഇതുപോലത്തെ ഒരു സംഭവങ്ങളോ ബേസിലുള്ള സിനിമ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്ന ഒരു തീം സോങ് പോലത്തെ ഒരു പാട്ടായിരിക്കും ഈ പാട്ടെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്നത്, നോക്കി നോക്കാം. പക്ഷേ എന്നെയൊക്കെ പൊളിക്കുമെന്ന് തോന്നുന്നു. ഈ പാട്ട് എന്നാ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ട്രെൻഡിങ് ആണ് ഈ പാട്ട്. ഇതെന്ന് പക്ഷെ ഇതിന്റെ വേറെ വേർഷൻ എന്തോ ആണ് ട്രെയിലറിലുള്ളത്. ആ ട്രെയിലറിലുള്ള വേർഷനാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. എനിക്കൊന്ന് ഇത് അതിന്റെ മെയിൻ വേർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സബ് വേർഷൻ എല്ലാം ആയിരിക്കും. കാരണം ഇതിന്റെ അല്ല, ട്രെയിലറിൽ ഇതിന്റെ ഒരു വേറെ വേർഷനാണ്, കുറച്ചുകൂടെ ഒന്ന് ഹൈ പിച്ചിലൊക്കെ ഉള്ള എന്തോ സാധനമാണ്. പാട്ടുള്ള നല്ല പാട്ട്. പാകിസ്ഥാനി കിടന്ന് കറങ്ങിയാണ് സിംഗ്. പ്രധാന ഫുഡ് കിട്ടിയിട്ടില്ല. അപ്പൊ സാധാരണ മോളുടെ പ്രായമാണ്. ഓ, ഇതൊരു ഫ്രാൻസ് വൈബാണ്. ഈ സീൻ കൊണ്ടാണ് റീൽസിലൊക്കെ ട്രെൻഡിങ്. 5 ഡിസംബർ 2005. ഇഷ്ക് ജാലകർ കർവാൻ പാട്ട് നൈസ് പാട്ട് കഴിച്ച ഒരു ട്രാൻസ്, ഒരു വൈബ് പാട്ട്. ഇതൊരു തീം സോങ് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ സ്പൈ ആയിട്ട് രൺവീർ സിംഗ് പാകിസ്ഥാനിലേക്കെല്ലാം പോകുമ്പോൾ എല്ലാം ആ ഒരു യാത്രക്കിടയിൽ ഇടുന്ന ഒരു പാട്ടും അല്ലായിരിക്കും, കുറച്ച് ഗുഡ് വൈബ്സിന് വേണ്ടിയിട്ട്. ഇപ്പോഴും ഞാൻ പറഞ്ഞ ഈ ട്രെയിലർ കാണാത്തവരുടെ ട്രെയിലർ കണ്ട് കിട്ടിക്കാച്ചി ട്രെയിലറാണ്. ആദിത്യദാറിന്റെ ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് കണ്ടവർക്ക് അറിയാം ആ ഒരു ക്വാളിറ്റി, ആ ഒരു കണ്ടന്റ് മേക്കിംഗ് ഒക്കെ. അത് ഈ സിനിമയിൽ ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ആന്റിസിപ്പേറ്റഡ് മൂവി ഓഫ് ദി ഇയർ ആണ് ബോളിവുഡിൽ ആൻഡ് ഇന്ത്യയിലും. ഒരു നല്ലൊരു കാസ്റ്റ് ഉണ്ട്. അക്ഷയ് ഖന്നെ, സഞ്ജയ് ദത്ത്, മാധവൻ, രൺവീർ സിംഗ്, അർജുൻ രാംപാൽ. എല്ലാവരുടെയും എന്താണെന്ന് ആ ട്രെയിലറിൽ എല്ലാവരും ആരാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനൊരു
ഭയങ്കര ബ്രൂട്ടാലിറ്റി ഉള്ള ഒരു സിനിമ ആയിരിക്കും. എന്താ പറയുക, ടോർച്ചറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള, കാരണം അത് ട്രെയിലറിൽ തന്നെ പക്കയായിട്ട് പറയുന്നുണ്ട്. അത് ഈ പടത്തിൽ രൺവീറിനും എല്ലാവർക്കും നല്ല സീൻസ് ഒക്കെ ഉണ്ടാവും, മാസും എല്ലാവർക്കും ആപ്റ്റായ പക്ക വയലൻസ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എല്ലാവർക്കും ആ ഒരു റോള്, ആ ഒരു ട്രെയിലർ കാണുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. സ്പൈ യൂണിവേഴ്സ് തന്നെയാണ് അവർ പറയുന്നത്. അപ്പം അത് ട്രൂ ബേസ്ഡ് തന്നെയാണെന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടന്ന് പാകിസ്ഥാനിലേക്ക് പോയി ഒരാൾ ഇങ്ങനെ പോകുന്നു. ഇന്ത്യൻ ആ ഒരു ധീര യോദ്ധാവാണ് രൺവീർ സിംഗ് സിനിമയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ക്യാരക്ടറൊക്കെ ആ ഒരു ബിൽഡപ്പ് ഒക്കെ നന്നായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പാട്ടും കൊള്ളാം. ആ പടത്തിന്റെ ആ ഒരു ഹൈപ്പം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി ട്രെയിലർ വിട്ടിട്ടുണ്ട്. ആൻഡ് പടം വരട്ടെ, December 5-നാണ് പടം. എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു സിനിമ വരും. കാരണം ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് ഒരു സൂപ്പർ സിനിമയാണ്. അപ്പോൾ അതുപോലെ വീണ്ടും ഒരു കണ്ടന്റ്, ഒരു നല്ലൊരു പടം വരുമെന്നാണ് തോന്നുന്നത്. കാരണം അതിന്റെ വിഷ്വലും കാര്യങ്ങളും എല്ലാം കൊള്ളാം. ആൻഡ് രൺവീർ സിംഗ് എല്ലാവരുടെ ഗെറ്റപ്പുകളും കൊള്ളാം, എല്ലാവരുടെ ആറ്റിറ്റ്യൂഡും കൊള്ളാം. അക്ഷയ് ഖന്നയൊക്കെ കിട്ടില്ല. ആൻഡ് സഞ്ജയ് ദത്ത് പോലീസായിട്ട്, രൺവീർ സിംഗ് സ്പൈ ആയിട്ട്, മാധവൻ ഒരു എന്താ പറയുക ഒരു ഓഫീസർ, വലിയൊരു ഓഫീസർ, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പടം വരട്ടെ. ഇഷ്ക് ജാലകർ കർവാൻ ഷോക്ക് കിട്ടില്ല.